discuss the topic shortest job first or SJF. So here this algorithm associates with the length of the process next to CPU burst. When the CPU is available, it is assigned to the process that has the smallest next CPU burst. If the next CPU burst of two processes are the same, the first come first serve scheduling is used to break the tie. A more appropriate term for this scheduling method would be the shortest next CPU burst algorithm, because scheduling depends on the length of the next CPU burst of a process rather than its total length. അപ്പോൾ ഇവിടെ ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? ഒരു പ്രോസസ്സിൻ്റെ നെക്സ്റ്റ് സി പി യു ബേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇവിടെ സി പി യു അവൈലബിൾ ആണ് എങ്കിൽ it is assigned to the process that has the smallest next CPU burst. എന്തുകൊണ്ടാണ് സ്മോളസ്റ്റ് നെക്സ്റ്റ് സി പി യു ബേഴ്സ്റ്റ് എന്ന് പറയുന്നത്? കാരണം ഇവിടെ നമ്മൾ എടുക്കുന്ന സമയത്ത് ഒരു പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു പുതിയതായിട്ടൊരു പ്രോസസ്സ് അറൈവൽ ചെയ്തു. അതിൻ്റെ ബേഴ്സ്റ്റ് ടൈം എന്ന് പറയുന്നത് ഈ കറൻ്റ്ലി എക്സിക്യൂട്ട് ചെയ്യുന്ന പ്രോസസ്സിൻ്റെ ബേഴ്സ് ടൈമിനേക്കാളും നെക്സ്റ്റ് സി പി യു ബേഴ്സ് ടൈമിനേക്കാളും ചെറുതാണ് എങ്കിൽ എന്ത് ചെയ്യും? കറണ്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന പ്രോസസ്സിനെ അവിടെ ഹോൾഡ് ചെയ്യും. നെക്സ്റ്റ് പ്രിയംപ്റ്റ് ചെയ്ത് ആ പുതിയതായിട്ട് വന്നിരിക്കുന്ന പ്രോസസ്സിനെ നമുക്ക് സി പി യു അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ വരുന്നത് കൊണ്ടാണ് ഇതിനെ നെക്സ്റ്റ് സി പി യു ബേഴ്സ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇത് പ്രിയംപ്റ്റീവ് ആവാം, അതുപോലെ തന്നെ നോൺ പ്രിയംപ്റ്റീവ് ആവാം എന്നുള്ളതുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു കേസിൽ a more appropriate term for this scheduling method would be the shortest next CPU burst algorithm, because the scheduling depends on the length of the next CPU burst of a process rather than its total length. Okay, then വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് ഇവിടെ അറിയാം ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ പ്രിയംപ്റ്റീവ് ആവാം അല്ലെങ്കിൽ നോൺ പ്രിയംപ്റ്റീവ് ആവാം എന്ന് പറഞ്ഞു. അപ്പം പ്രിയംപ്റ്റീവ് ആണെങ്കിൽ ആണെന്ത് ഈ പറഞ്ഞതുപോലെ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ടോട്ടൽ ലെങ്ത് നോക്കുന്നില്ല, കറൻ്റ്ലി റൺ ആയ അതിൻ്റെ പ്രോസസ്സ് ബേഴ്സ്റ്റ് ടൈം എത്രയാണോ അതിനേക്കാളും കുറവാണോ കൂടുതലാണോ എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ പുതിയതായിട്ട് അറൈവ് ചെയ്തിരിക്കുന്ന ഒരു പ്രോസസ്സിൻ്റെ ബേഴ്സ് ടൈം എന്ന് പറയുന്നത് ഇതിനേക്കാളും കുറവാണെങ്കിൽ അത് അവിടെ പ്രിയംപ്റ്റ് ചെയ്യും. നേരെ മറിച്ച് അത് നോൺ പ്രിയംപ്റ്റീവ് ആണ് എങ്കിൽ കറൻ്റ്ലി എക്സിക്യൂട്ട് ചെയ്യുന്ന പ്രോസസ്സിനെ അത് അലോ ചെയ്യും. അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും പുതിയതായിട്ട് വന്നിരിക്കുന്ന പ്രോസസ്സിനെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, then here we have an example. As an example of SJF scheduling, consider the following set of processes with the length of the CPU burst given in milliseconds. Here we have 4 processes, P1, P2, P3 and P4 with burst time 6, 8, 7, 3 milliseconds respectively. And using the shortest job first scheduling, we would schedule these processes according to the following Gantt chart. അപ്പോൾ ഇവിടെ നമ്മളത് ഗാണ്ട് ചാർട്ട് വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഏറ്റവും ഷോർട്ടസ്റ്റ് ടൈം എത്രയാണ് വരുന്നത്? P4 ആണ് അല്ലേ. P4 ബേഴ്സ്റ്റ് ടൈം എന്ന് പറയുന്നത് 3 ആണ്. അതാണ് ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അതാണ് ഫസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ 0 to ഇവിടെ ഒരു അസംഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ പ്രോസസർ അറൈവിങ് അറ്റ് ദ ടൈം 0. ഓക്കെ, അപ്പോൾ എല്ലാം 0 എന്ന് പറയുന്ന ടൈമിൽ തന്നെയാണ് അവിടെ എത്തിയിരിക്കുന്നത്. അതിൻ്റെ ബേഴ്സ്റ്റ് ടൈമിൽ മാത്രമാണ് വ്യത്യാസമുള്ളത്. ഓക്കെ, ദെൻ P4 സ്റ്റാർട്ട്സ്. അപ്പോൾ P4 എക്സിക്യൂഷൻ ബേഴ്സ്റ്റ് ടൈം എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ 0 to 3 ഇറ്റ് വിൽ എക്സിക്യൂട്ട്. ദെൻ നെക്സ്റ്റ് ഈസ് വാട്ട്? P1, because its burst time is 6, which is smaller than the other 2 processes, that is P2 and P3. So next P1 will execute. അപ്പോൾ P1 burst time എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണ്. അപ്പോൾ 3 + 6 അതാണ് അതിൻ്റെ കംപ്ലീഷൻ ടൈം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ 3 + 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9. അപ്പോൾ 9ലാണ് അവിടെ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് അതിൽ ഇനി വരുന്ന 2 പ്രോസസ്സിൽ ഏതിനാണോ സ്മോളസ്റ്റ് ബേഴ്സ്റ്റ് ടൈം എന്ന് നോക്കിയിട്ടായിരിക്കും. അപ്പോൾ ഇനിയുള്ളത് P2ഉം P3യും ആണ്. അപ്പോൾ P3ക്കാണ് സ്മോളസ്റ്റ് ബേഴ്സ്റ്റ് ടൈം എന്ന് പറയുന്നത്. സോ
P3 will execute next. അപ്പോൾ P3 എന്ന് പറയുന്നത് 7 ആണ്. അപ്പോൾ 9 + 7 എത്രയാ 16. അപ്പോൾ 16 എന്ന് പറയുന്ന ഒരു സമയത്താണ് അവിടെ അത് കംപ്ലീറ്റ് ആവുന്നത്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്നത് P2 ആണ്. സോ വി വിൽ ആഡ്. So 16 + 8 is equal to 24. അപ്പോൾ ഓരോന്നിൻ്റെയും വെയിറ്റിംഗ് ടൈം നോക്കുകയാണെങ്കിൽ വെയിറ്റിംഗ് ടൈം ഫോർ P1 is equal to what? 3 milliseconds, right? So here the waiting time for P2 is equal to 16 and waiting time for P3 is 9 and waiting time for P4 is 0. And we can calculate the average waiting time by adding all these waiting time and we have to divide it with 4. So 3 + 16 + 9 + 0 all divided by 4 and that is equal to 7 milliseconds. അപ്പോൾ ഇവിടെ ഓരോന്നിൻ്റെയും വെയിറ്റിംഗ് ടൈം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു അല്ലേ? കാരണം P4 എന്ന് പറയുന്നത് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് 0 ആണ്. P1 സ്റ്റാർട്ട് ചെയ്യുന്നത് 3 millisecond തൊട്ടാണ്. അപ്പോൾ അതെല്ലാം 0 millisecondsൽ തന്നെ അറൈവ് ചെയ്തത് കൊണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എവിടെ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യണം? അത് എവിടെയാണോ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് P1 സ്റ്റാർട്ട് ചെയ്യുന്നത് 3 ആണ്. അപ്പോൾ 3 milliseconds വരെ P1 വെയിറ്റ് ചെയ്തു. ദെൻ P3 എത്ര വരെ വെയിറ്റ് ചെയ്തു? 9 millisecond വരെ വെയിറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ ഓരോന്നിൻ്റെയും വെയിറ്റിംഗ് ടൈം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അതിൻ്റെ എല്ലാത്തിൻ്റെയും സം ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ നമ്പർ ഓഫ് പ്രോസസ്സ്. ഇവിടെ 4 പ്രോസസ്സാണുള്ളത്. അപ്പോൾ ഡിവൈഡഡ് ബൈ 4, അതായത് അതിൻ്റെ ടോട്ടൽ സം എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്? 16 + 9 എത്രയാ? 25. 25 + 3 28. 28 divided by 4 is equal to 7. അപ്പോൾ 7 milliseconds ആണ് ഇതിൻ്റെ ആവറേജ് വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത്. ഇനി next, it can be either preemptive or non-preemptive, that I have already told you before, and the choice arises when a new process arrives at the ready queue while a previous process is still executing. So the next CPU burst of the newly arrived process may be shorter than what is left of the currently executing process. A preemptive shortest job first algorithm will preempt the currently executing process, whereas a non-preemptive shortest job first algorithm will allow the currently running process to finish its CPU burst. And the preemptive SJF scheduling is sometimes called shortest remaining time first scheduling. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. അല്ലെങ്കിൽ പ്രിയംറ്റീവ് ആവാം അല്ലെങ്കിൽ നോൺ പ്രിയംറ്റീവ് ആവാം. ഇവിടെ ഏത് പ്രോസസ്സ് സെലക്ട് ചെയ്യണം എന്നുള്ളതിന് നമുക്കൊരു ചോയ്സ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ സെയിം ബേഴ്സ് ടൈമാണ് വരുന്നത് എങ്കിൽ അത്തരം കണ്ടീഷനിൽ നമ്മൾ ഏതെടുക്കും? ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് മോഡലായിരിക്കും നമുക്ക് എടുക്കുന്നത്. ഓക്കെ, ദെൻ the next CPU burst of the newly arrived process may be shorter than what is left of the currently executing process. അപ്പോൾ അത്തരം കേസസിൽ നമുക്ക് ഓൾറെഡി എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു പുതിയതായിട്ടൊരു പ്രോസസ്സ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ബേഴ്സ്റ്റ് ടൈം എന്ന് പറയുന്നത് ഇപ്പോൾ കറൻ്റ്ലി എക്സിക്യൂട്ട് ചെയ്യുന്ന പ്രോസസ്സിനേക്കാളും ഒന്നുകിൽ ഷോർട്ടർ ആയിരിക്കാം അല്ലെങ്കിൽ ലോങ്ങർ ആയിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ അതിപ്പോൾ ഒരു പ്രിയംറ്റീവ് ആണോ നോൺ പ്രിയംറ്റീവ് അൽഗോരിതമാണോ യൂസ് ചെയ്യുന്നത് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അല്ലേ. പ്രിയംറ്റീവ് ആണ് എങ്കിൽ എന്ത് ചെയ്യാം? അതിനെ കറൻ്റ്ലി എക്സിക്യൂട്ട് ചെയ്യുന്ന പ്രോസസ്സിനെ അവിടെ പ്രിയംപ്റ്റ് ചെയ്യാം. അതല്ല നോൺ പ്രിയംറ്റീവ് SJF അൽഗോരിതമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്കിൽ ഓൾറെഡി എക്സിക്യൂട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ അത് കംപ്ലീറ്റ് ചെയ്യാൻ അലോ ചെയ്യും. അത് ഫിനിഷ് ചെയ്തതിന് ശേഷം മാത്രമേ പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരു പ്രോസസ്സിന് നമ്മളെ അലോ ചെയ്യുള്ളൂ. ഓക്കെ, ഇനി ഈ പ്രിയംറ്റീവ് SJFനെ തന്നെയാണ് നമുക്ക് ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം ഫസ്റ്റ് സ്കെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളിപ്പോൾ പറയുന്നൊരു ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം ഫസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്താണ്? ഇത് ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് ആണ്, പക്ഷെ അത് പ്രിയംറ്റീവ് ആണ്. അപ്പോൾ അവിടെ നമുക്കൊരു ടൈം, ഒരു അറൈവൽ ടൈം കൂടി നമ്മളവിടെ സ്പെസിഫൈ ചെയ്യുന്നുണ്ട് എങ്കിൽ ആ സ്പെസിഫൈ ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ബേഴ്സ്റ്റ് ടൈം കൂടെ നോക്കി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, so here we have another example. Consider the following 4 processes with the length of the CPU burst given in milliseconds, and here we have specified the arrival time also. So for P1 we have arrival time 0 and burst time 8 milliseconds, and P2 arrival time 1, burst time 4,
P3 arrival time 2, burst time 9, P4 3 and 5. And the resulting preemptive SJF schedule is depicted in the following Gantt chart. സോ ഇവിടെ എങ്ങനെയാണ് വരുന്നത്? ഇവിടെ അറൈവൽ ടൈമിൽ 0 മുതൽ നമുക്ക് ഡിഫറെൻ്റ് അറൈവൽ ടൈമാണ്. അപ്പം 0 എന്ന് പറയുന്ന അറൈവൽ ടൈമിൽ ഏത് മാത്രമേ ഉള്ളൂ? P1 മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പോൾ P1ലാണ് എന്ത് തന്നെയായാലും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ P1 സ്റ്റാർട്ട് ചെയ്തു, അതിൻ്റെ ബേഴ്സ് ടൈം എന്ന് പറയുന്നത് 8 ആണ്. ഓക്കെ, അപ്പോൾ 1 മില്ലി സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഏത് വന്നു? P2 അറൈവ് ചെയ്തു അല്ലേ? P2 അറൈവ് ചെയ്തു, പക്ഷെ അതിൻ്റെ ബേഴ്സ് ടൈം എത്രയാണ്? അതിൻ്റെ ബേഴ്സ് ടൈം 4 ആണ്. അപ്പോൾ ഈ കറൻ്റ്ലി എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിൻ്റെ ബേഴ്സ് ടൈമിനേക്കാളും ഷോർട്ടറാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. മാത്രമല്ല നമ്മളിപ്പം യൂസ് ചെയ്യുന്ന ഏതാണ്? പ്രിയംറ്റീവാണ്. അപ്പോൾ അത്തരം കേസിൽ നമുക്ക് P2നെ നമുക്ക് അലോ ചെയ്യാമല്ലോ. അങ്ങനെ വരുമ്പോൾ P2നെ അലോ ചെയ്തു. അപ്പോൾ നെക്സ്റ്റ് സെക്കൻഡ് മില്ലി സെക്കൻഡ് ആയ സമയത്ത് P3 അറൈവ് ചെയ്തു, പക്ഷെ അതിൻ്റെ ബേഴ്സ് ടൈം എന്ന് പറയുന്നത് 9 ആണ്. സോ നോ നീഡ് ടു കൺസിഡർ. ദെൻ നെക്സ്റ്റ് ഈസ് P4. 3 മില്ലി സെക്കൻഡ്സ് ആയപ്പോൾ P4 അറൈവ് ചെയ്തു, പക്ഷെ അതിൻ്റെ ബേഴ്സ് ടൈം എന്ന് പറയുന്നതും നമ്മളിപ്പോൾ കറൻ്റ്ലി എക്സിക്യൂട്ട് ചെയ്യുന്ന പ്രോസസ്സിനേക്കാളും എന്ത് തന്നെയാണ്? കുറവാണ്. കാരണം നമുക്ക് ഓരോ മില്ലി സെക്കൻഡ്സ് കഴിയുമ്പോഴും ഈ P2ൻ്റെ മില്ലി സെക്കൻഡ്സും ഓരോ മില്ലി സെക്കൻഡ് കുറയും കൂടെ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർക്കുക. ഓക്കെ, അപ്പോൾ P2ൻ്റെ ബേഴ്സ് ടൈം എന്ന് പറയുന്നത് 4 ആണ്. അപ്പം 1 + 4 5 മില്ലി സെക്കൻഡ്സിൽ നമ്മുടെ P2 കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഏതാ വരുന്നത്? നെക്സ്റ്റ് ബേഴ്സ് ടൈം വരിക ഏതായിരിക്കും? P4 ആയിരിക്കും. കാരണം നെക്സ്റ്റിൽ ഏറ്റവും ഷോർട്ടസ്റ്റ് എന്ന് പറയുന്നത് P4ൻ്റെ ബേഴ്സ് ടൈമാണ്. സോ വി വിൽ കൺസിഡർ P4. P4 ആണ് നെക്സ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ 5 + അതിൻ്റെ ബേഴ്സ് ടൈം 5. അപ്പം 10 മില്ലി സെക്കൻഡ്സോടുകൂടി നമ്മുടെ P4 കംപ്ലീറ്റ് ആയി. അതിനുശേഷം ഇത് വരും? P1 തന്നെയാണ് വരിക അല്ലേ? കാരണം P3ൻ്റെത് 9 മില്ലി സെക്കൻഡ്സ് ആണ്. പക്ഷേ നമ്മളിവിടെ P1 ഓൾറെഡി 1 മില്ലി സെക്കൻഡ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. സോ ദ റിമൈനിങ് ടൈം വിൽ ബി ഓൺലി 7 മില്ലി സെക്കൻഡ്സ് അല്ലേ? കാരണം നമ്മൾ 1 മില്ലി സെക്കൻഡിലാണ് നമ്മൾ P2 തുടങ്ങിയത്. അപ്പോൾ ഈ 1 മില്ലി സെക്കൻഡ് ബേഴ്സ് ടൈം നമുക്ക് 8ൽ നിന്നും 1 കുറഞ്ഞു. അപ്പോൾ ഇനി വരുന്നത് എന്ന് പറയാം എത്രയാ? 10 + 7 ആയിരിക്കും. നമ്മൾ 8 കൂട്ടരുത്, എത്ര തന്നെ ഉണ്ടാവുള്ളൂ? 7 മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം ഓൾറെഡി P1 ഒരു എക്സിക്യൂഷൻ 1 മില്ലി സെക്കൻഡ് അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് റിമൈനിങ് ആയിട്ടുള്ളത് ഏത് മാത്രമാണ്? P3 ആണ്. അപ്പോൾ P3ൻ്റെ ബേഴ്സ് ടൈം എന്ന് പറയുന്നത് എത്രയാണ്? 9 ആണ്. അപ്പോൾ 17 + 9 എത്ര വരും? 26. So the process P1 is started at time 0 since it is the only process in the queue, and process P2 arrives at time 1. The remaining time for process P1 is what? It is 7 millisecond, and it is larger than the time required by the process P2, that is 4 milliseconds. So process P1 is preempted and process P2 is scheduled. Okay അല്ലേ? Then കാൽക്കുലേറ്റിംഗ് വെയിറ്റിംഗ് ടൈം ഫോർ പ്രിയംറ്റീവ് സ്കെഡ്യൂളിംഗ്. ഇപ്പോൾ ഇവിടെ പ്രിയംറ്റീവ് സ്കെഡ്യൂളിങ്ങിൻ്റെ വെയിറ്റിംഗ് ടൈം നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അതിനുള്ള ഒരു ഇക്വേഷനാണ് ഇത്. വെയിറ്റിംഗ് ടൈം ഈസ് ഈക്വൽ ടു ടോട്ടൽ വെയിറ്റിംഗ് ടൈം മൈനസ് നമ്പർ ഓഫ് മില്ലി സെക്കൻഡ്സ് പ്രോസസ് എക്സിക്യൂട്ടഡ് മൈനസ് അറൈവൽ ടൈം. അപ്പോൾ ഇവിടെ ഓരോ പ്രോസസ്സിൻ്റെയും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വെയിറ്റിംഗ് ടൈം ഫോർ P1 ഈസ് ഈക്വൽ ടു 10 - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, കാരണം നമ്മളിവിടെ P1 ഇവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് 10-ലല്ലേ? നെക്സ്റ്റ് ഏറ്റവും ഫൈനലി നോക്കിക്കഴിഞ്ഞാൽ 10-ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇവിടെ വെയിറ്റിംഗ് ടൈം ടോട്ടൽ വെയിറ്റിംഗ് ടൈം കൊടുത്തിരിക്കുന്നത് 10 - 1 കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ ഓൾറെഡി 1 മില്ലി സെക്കൻഡ് എക്സിക്യൂട്ട് ചെയ്തിരുന്നു. സോ 10 - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 9 മില്ലി സെക്കൻഡ്സ്. ഇനി P2ൻ്റെ കേസിൽ എങ്ങനെയാണ്? P2 1 ആണല്ലോ. അപ്പോൾ ഇവിടെ മില്ലി സെക്കൻഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറൈവൽ ടൈം 1 ആണ്, സ്റ്റാർട്ട് ചെയ്തതും 1 തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് 0 ആണ്. ഇനി P3ൻ്റെ എവിടെ സ്റ്റാർട്ട് ചെയ്തു? P3 എന്ന് പറയുന്നത് 17-ലാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ എവിടെയാണ് അത് അറൈവ് ചെയ്തത്?
2-ലാണ് അല്ലേ? അപ്പോൾ 17 മൈനസ് 2. ഇവിടെ അതിന് മുമ്പ് നമുക്ക് എക്സിക്യൂഷനൊന്നും നടന്നിട്ടില്ല. ഇത് ഫസ്റ്റ് ടൈം ഇവിടെ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇവിടെ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. സോ 0 ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും. അപ്പോൾ 17 മൈനസ് അറൈവൽ ടൈം 2. സോ 17 മൈനസ് 2 ഈസ് ഈക്വൽ ടു 15. ഇനി നെക്സ്റ്റ് വരുന്നത് ഏതാണ്? P4. നമ്മൾ P4 എടുത്തു കഴിഞ്ഞാൽ P4-ൻ്റെത് എവിടെ വരും? 5-ലാണ് സ്റ്റാർട്ട് ചെയ്തത് ആണല്ലോ. ഇനി ഈ 5 മൈനസ് നമ്പർ ഓഫ് മില്ലി സെക്കൻഡ്സ് പ്രോസസ് എക്സിക്യൂട്ടഡ്. ഇതിന് മുമ്പ് എന്തെങ്കിലും എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അത് തന്നെയാണ് ഫസ്റ്റ് ടൈം എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇനി അതിൻ്റെ അറൈവൽ ടൈം എത്രയാണ്? 3 ആണ്. അപ്പോൾ 5 മൈനസ് 3 എന്ന് പറയുന്നത് 2 മില്ലി സെക്കൻഡ്സ് ആണ്. അപ്പോൾ ഇത്തരത്തിലായിരിക്കും നമ്മുടെ ഈ ഒരു കേസിൽ വെയിറ്റിംഗ് ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ടോട്ടൽ വെയിറ്റിംഗ് ടൈം മൈനസ് നമ്പർ ഓഫ് മില്ലി സെക്കൻഡ്സ് പ്രോസസ് എക്സിക്യൂട്ടഡ് മൈനസ് അറൈവൽ ടൈം. അപ്പോൾ ചില കേസിൽ നമുക്കിവിടെ P1-ൻ്റെ കേസ് എടുത്തപ്പോൾ ഇവിടെ നമ്മൾ 2 പ്രാവശ്യം P1 എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഏറ്റവും ലാസ്റ്റ് എടുത്തു തന്നെ അത് മൈനസ് എപ്പോഴാണ് ഇതിന് മുമ്പ് എത്ര മില്ലി സെക്കൻഡ്സ് എക്സിക്യൂട്ട് ചെയ്തു എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്തു, മൈനസ് അതിൻ്റെ അറൈവൽ ടൈം. അപ്പോൾ അത്തരം കേസസും വരാം. അപ്പോൾ അതുകൂടി നിങ്ങളൊന്ന് ഓർത്തു വെക്കുക. ദെൻ ആവറേജ് വെയിറ്റിംഗ് ടൈം. ആവറേജ് വെയിറ്റിംഗ് ടൈം എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത പോലെ തന്നെ വെയിറ്റിംഗ് ടൈം എല്ലാം നമ്മൾ ആഡ് ചെയ്യുക. ദെൻ അതിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് പ്രോസസ്സ് വെച്ച് ഡിവൈഡ് ചെയ്യുക. സോ here we got 6.5 milliseconds. And non-preemptive SJF scheduling would result in an average waiting time of 7.75. അപ്പോൾ നിങ്ങൾക്കിവിടെ ആ ഒരു രീതിയിലൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടി പറ്റും. അതായത് 7.75 ആണ് നോൺ പ്രിയംറ്റീവ്. എന്തുകൊണ്ടാണ്? കാരണം അവിടെ നമുക്കിപ്പോൾ P2 ഇവിടെ ഫസ്റ്റ് മില്ലി സെക്കൻഡ്സ് കഴിഞ്ഞ സമയത്ത് P2 വന്ന് കഴിഞ്ഞാലും നോൺ പ്രിയംറ്റീവിൽ അത് നമ്മൾ അലോ ചെയ്യുന്നില്ല. സോ ആ ഒരു കേസിൽ നമ്മൾ 8 മില്ലി സെക്കൻഡ്സ് ഫുൾ കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ. അപ്പോൾ ആ ഒരു കണ്ടീഷൻ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് അതൊന്ന് വർക്കൗട്ട് ചെയ്യുക. അതിൻ്റെ ആൻസറും നോക്കുക. Okay, then disadvantages. The real difficulty with the SJF algorithm is knowing the length of the next CPU request. For long-term scheduling in a batch system, we can use as the length of the process time limit that a user specifies when he submits a job. And SJF scheduling is used frequently in long-term scheduling. Although the SJF algorithm is optimal, it cannot be implemented at the level of short-term CPU scheduling. And one approach is to try to approximate SJF scheduling. We may not know the length of the next CPU burst, but we may be able to predict its value. We expect that the next CPU burst will be similar in length to the previous ones. By computing an approximation of the length of the next CPU burst, we can pick the process with the shortest predicted CPU burst. അപ്പോൾ ഇവിടെ മെയിനായിട്ടുള്ള ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഷോർട്ടസ്റ്റ് CPU സ്കെഡ്യൂളിങ്ങിൽ നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. നമ്മൾ നോർമലി ലോങ് ടേം സ്കെഡ്യൂളിങ്ങിൽ മാത്രമേ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇതിൻ്റെ കാര്യം എന്താ? നമ്മളിത് അഡ്വാൻസ് ആയിട്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഷോർട്ടസ്റ്റ് ജോബ് അറിഞ്ഞിരിക്കണം അല്ലേ? എല്ലാത്തിൻ്റെയും ബേസ്റ്റ് ടൈം അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് ഇതിൽ ഏത് പ്രോസസ്സിന് നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യണമെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. പ്രയോറായിട്ട് നമുക്ക് അഡ്വാൻസ് ആയിട്ട് ഈ ഓരോന്നിൻ്റെയും ടൈം അറിഞ്ഞിരിക്കുക, അത് വെച്ചുകൊണ്ട് നമ്മൾ ഓരോ പ്രോസസ്സിനെയും സെലക്ട് ചെയ്യുക എന്നുള്ളത്. ഓക്കെ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ പ്രീവിയസ് ആയിട്ടുള്ളൊരു നോളജ് യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ മുമ്പുണ്ടായിരുന്ന ആ സെയിം ലെങ്ത് തന്നെയായിരിക്കും ഇപ്പോഴും വരിക എന്നുള്ളൊരു കാൽക്കുലേഷനിലൊക്കെ ആയിരിക്കും ഇത് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ ഓരോന്നിനെയും പ്രെഡിക്റ്റ് ചെയ്തുകൊണ്ട് ആയിരിക്കും നമ്മൾ ഓരോ പ്രോസസ്സിനെയും നമ്മൾ പിക്ക് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ ഓരോന്നിൻ്റെയും ലെങ്ത്ത് അല്ലെങ്കിൽ ബേസ്റ്റ് ടൈം എന്ന് പറയുന്നത് നമ്മൾ പ്രീവിയസ് ആയിട്ട് അറിഞ്ഞിരിക്കണം. അല്ലാത്ത പക്ഷം നമ്മളത് പ്രെഡിക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇതിൻ്റെ വാല്യൂ പ്രെഡിക്റ്റ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മളത് സെലക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. ദെൻ ഇവിടെ ഇത് ഒപ്റ്റിമൽ ആണെങ്കിൽ കൂടി നമ്മളിവിടെ മെയിനായിട്ട് ലോങ് ടേം സ്കെഡ്യൂളിങ്ങിൽ മാത്രമേ നമുക്കിത് അപ്ലിക്കബിൾ ആവുള്ളൂ. ഷോർട്ട് ടേം സ്കെഡ്യൂളിങ്ങിൽ ഇത് അപ്ലിക്കബിൾ ആവില്ല എന്നതാണ്. ഓക്കെ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ്. ഓക്കെ. അപ്പോൾ ഇവിടെ 2 കേസസ് പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങളൊന്നുകൂടി അതൊന്ന് കേൾക്കുക. ഓക്കെ.
Thank you.